നമസ്കാരം. ഇഡിയുടെ കൂട്ടും പിടിച്ച് പി വിയെ വെട്ടിലാക്കാൻ വേണ്ടി ശ്രമം നടത്തി അവസാനം വി സതീശൻ തന്നെ വെട്ടിലായിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. വി സതീശനെതിരെ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരികയാണ്. ചാരമാണെന്ന് കരുതി ചെകയാൻ ചെന്ന അവസാനം കനല് കെട്ടിട്ടില്ലെന്നും ആ കനല് തീപ്പന്തമാക്കിയെന്നും ഒക്കെയാണ് വി സതീശനെതിരെ ഇപ്പോൾ ഉയർന്നു വരുന്ന ആക്ഷേപം. മാധ്യമങ്ങൾ 11 തവണ ഇ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വി സതീശനോട് ചോദ്യം ചോദിച്ചിട്ടും ഈ സമയം വരെ പൂക്കി മുഖ്യമന്ത്രി ഒരക്ഷരം മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇംഗ്ലീഷിലും പറഞ്ഞില്ല, മലയാളത്തിലും പറഞ്ഞില്ല ആൻസർ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി നമുക്ക് വാർത്ത വിശദമായി തന്നെ നോക്കാം. കഴിഞ്ഞ ദിവസമാണ് ഇ ഉദ്യോഗസ്ഥർ പിണറായി വിജയന്റെ വസതിയിൽ, അതായത് കണ്ണൂരും തിരുവനന്തപുരത്തും ഒക്കെ റെയ്ഡ് നടത്തിയത്. ഈ റെയ്ഡിൽ തന്നെ ഉടനീളം കാണാൻ സാധിക്കുന്നത് കേന്ദ്ര സർക്കാരിനോടുള്ള, മോദി സർക്കാരിനോടുള്ള UDF സർക്കാരിന്റെ വിധേയത്വം തന്നെയാണ്. നിങ്ങൾ എത്ര പേർ ശ്രദ്ധിച്ചിരുന്നു? അതായത് പിണറായി വിജയന്റെ വസതിയിൽ ഇ അന്വേഷണം നടത്തുന്ന സാഹചര്യത്തിൽ അവിടെ എത്ര പോലീസുകാരുണ്ട്? ഇന്ന് തന്നെ DGPയുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ്. 50ഓളം പോലീസുകാർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവിടെ ഉണ്ടായിരുന്നതോ 500-ന് മുകളിൽ സഖാക്കളാണ് ഈ വിഷയം അറിഞ്ഞ് ഓടിയെത്തിയത്. പ്രതിപക്ഷ നേതാവിനെതിരെയാണ് ഈ ഇ വേട്ട എന്ന് ആലോചിക്കണം. സ്വാഭാവികമായും അത് കേട്ടറിഞ്ഞ് നിരവധി ആളുകൾ അവിടെ വരാനും പ്രകോപിതരാകാനും ഒക്കെ സാധ്യതയുണ്ട്. ആ പ്രകോപിതരാകുന്ന ആളുകൾക്ക് ഇ ആക്രമിക്കാൻ വേണ്ടി ഒരു ചെറിയ രീതിയിൽ സഹായം ഒരുക്കി കൊടുത്തോ പോലീസ് എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് അവിടെ നേതാക്കൾ ഈ സഖാക്കളെ പിടിച്ചു നീക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ പോലീസുകാർ ഒരു രീതിയിലും അവരെ പിടിച്ചു മാറ്റാൻ വേണ്ടി ശ്രമം നടത്തുന്നില്ല. അവരുടെ വൈകാരികമായിട്ടുള്ള ആ ഒരു പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള സ്പേസ് അവിടെ ഒരുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? സ്വാഭാവികമായും പിണറായി വിജയനെയും പാർട്ടിയെയും ഇല്ലാതാക്കാൻ ശ്രമം നടത്തിയാൽ ഏതൊരു സഖാവും ചെയ്യുന്നത് മാത്രമേ അവിടെ സഖാക്കൾ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇഡിയുടെ വണ്ടിക്കെതിരെ അവർ വലിയ രീതിയിൽ തന്നെ അവരെ പ്രതിഷേധം അറിയിക്കുന്നു. ആ ഘട്ടത്തിലൊക്കെ പോലീസ് കൈകെട്ടി നോക്കി നിൽക്കുകയായിരുന്നു. പോലീസിന്റെ ഉദ്ദേശം എന്താണ്? ഇവിടുത്തെ സഖാക്കൾ കലാപം ഉണ്ടാക്കുകയാണെന്ന് വരുത്തി തീർക്കുകയായിരുന്നു എന്നുള്ള കാര്യം പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. രമേശ് ചെന്നിത്തലയോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നത് ഞങ്ങൾ അറിഞ്ഞില്ല എന്നുള്ളതാണ്. ഇ കേരളത്തിലേക്ക് വരുന്നതും പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നതൊന്നും കേരള പോലീസ് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തലയെ നിങ്ങൾ പൂർണ്ണ പരാജയമാണ് എന്നുള്ളതാണ്. രാവിലെ മുതൽ തന്നെ മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായ ആളുകൾ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുകയാണ്. ഇവിടെ ഇ അന്വേഷണം നടത്താൻ പോകുന്ന കാര്യം മാധ്യമങ്ങൾക്ക് എങ്ങനെ നേരത്തെ അറിയാൻ കഴിഞ്ഞു? ആ കാര്യം ഇവിടുത്തെ പോലീസിന്, കേരള പോലീസിന് നേരത്തെ അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പൂർണ്ണ പരാജയമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതായത് ഒരു രീതിയിലുള്ള പോലീസ് സംവിധാനങ്ങൾക്കും ഇത് അറിയാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തലയെ നിങ്ങൾ ആ സ്ഥാനത്തിരിക്കാൻ ഒട്ടും അർഹനല്ല എന്നുള്ളതാണ്. അപ്പോൾ പൊതുവെ അങ്ങോട്ടേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നു. പോലീസ് ഫോഴ്സിനെ വേണ്ടത്ര അങ്ങോട്ടേക്ക് കൊണ്ടുപോയി വിടുന്നില്ല എന്നതിൽ നിന്നൊക്കെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇ റെയ്ഡ് നടത്തുന്നു. സ്വാഭാവികമായും റെയ്ഡ് നടത്തുമ്പോൾ അവിടെ അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതൊരു വലിയ വാർത്തയായി കൊട്ടി ആഘോഷിക്കാം എന്നുള്ളതായിരുന്നു വി സതീശന്റെയും ചെന്നിത്തലയുടെയും ആദ്യത്തെ തന്ത്രം. അത് പൊളിഞ്ഞു. ഇ പുറത്തിറങ്ങി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന കാഴ്ച കണ്ടു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണ്? സഖാക്കളെ അടിക്കാൻ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒന്നുമില്ലാത്തതിന്റെ പേരിൽ ഇ അവിടെ ഇത്തരത്തിൽ വാർത്തയിൽ പിണറായി വിജയനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി, അല്ലെ വാർത്തകളിലൂടെ പിണറായി വിജയനെതിരെ ചില കിംവദന്തികൾ പ്രചരിപ്പിക്കാൻ വേണ്ടി കാണിച്ച ചെയ്തികൾക്ക് സഖാക്കൾ തക്കതായ മറുപടി കൊടുക്കുമെന്ന് അറിയാം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള വേദി ഒരുക്കി കൊടുക്കുകയായിരുന്നു. പക്ഷേ ഇതെല്ലാം അങ്ങനെയാണ് തിരിച്ചടിച്ചത്. അതായത് പ്രധാനമന്ത്രിയെ വി സതീശൻ കാണുന്നു, ഒപ്പം അമിത്ഷായെ കാണുന്നു. അതിന് തൊട്ട് പിന്നാലെയാണല്ലോ ഇ റെയ്ഡ് വരുന്നത്. ഇപ്പൊ പൊതുവെ ഇതിന് പിന്നാലെ തന്നെ ഈ ഇ റെയ്ഡ് വന്നതിന് പിന്നിൽ അത് വി സതീശനാണെന്ന് എല്ലാവർക്കും അറിയാം. മാത്രമല്ല രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ മുതൽ ചോദിക്കുന്നത് എന്തുകൊണ്ട് ഇ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു. അപ്പൊ ഇവർക്കൊക്കെ ഉള്ള ഉദ്ദേശം എന്ന് പറയുന്നത് പിണറായി പിടിച്ച് അകത്തിടുക എന്നുള്ളതാണ്. എന്നാൽ 4 കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ച കേസാണെന്ന് ആലോചിക്കണം. അതായത് ആദായ നികുതി വകുപ്പ്, SFIO, ED, രജിസ്റ്റർ ഓഫ് കമ്പനീസ്, ഇവരൊക്കെ തലങ്ങനും വിലങ്ങനും അന്വേഷിച്ച് പിണറായി വിജയനെയും മകളെയും കൂട്ടാൻ വേണ്ടി ശ്രമം. മാത്രമല്ല ഇതിനിടയിൽ എന്തൊക്കെ കള്ളക്കഥകൾ പ്രചരിപ്പിച്ചു വിട്ടു. 1.72 കോടി രൂപ അനധികൃതമായാണ് മേടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ചെയ്ത പണിക്കുള്ള സർവീസിനുള്ള തുകയാണ് ഈ CMR നൽകിയത് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നു. അത് കഴിഞ്ഞപ്പോൾ GST അടച്ചിട്ടില്ല ആ പൈസക്ക് എന്ന് പറഞ്ഞ് പല കഥകൾ വന്നു. GST അടച്ച റിപ്പോർട്ട് പുറത്തു വന്നു. അപ്പോ IGST അടച്ചിട്ടില്ല എന്നായി, അതും അടച്ച റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നു. എല്ലാം വന്ന അവസാനം ഈ കേസ് കോടതി പോലും അവസാനം ഈ കേസുമായി വന്ന ആളുകളെ ചവിട്ടി പുറത്താക്കിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നിട്ട് ആ കേസിലാണ് ബുധനാഴ്ച ഇങ്ങനെ റെയ്ഡ് നടത്തിയത് എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായും വി സതീശന്റെയും അതുപോലെ തന്നെ കേന്ദ്രത്തിന്റെയും ആ പിണറായിയെ പൂട്ടാനുള്ള തന്ത്രം അവിടെ നടപ്പിലാക്കപ്പെടുന്നില്ല. പിന്നെ എങ്ങനെയാണ് വി സതീശൻ മാധ്യമങ്ങളെ കാണുമ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുക? മാത്രമല്ല വി സതീശന്റെ മന്ത്രിസഭയിൽ തന്നെ നമുക്കറിയാമല്ലോ
കുഞ്ഞാലിക്കുട്ടിക്കെതിരെയും രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും ഒക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ബന്ധങ്ങളുണ്ടെന്ന്, അതായത് ഇവർ പൈസ മേടിച്ചിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ്, ഞങ്ങൾ മേടിച്ചിട്ടുണ്ടെന്ന് ഇവർ സമ്മതിച്ചാണ്. അപ്പൊ സ്വാഭാവികമായി ഇവരുടെ വീട്ടിലൊക്കെ റെയ്ഡ് നടത്തണ്ടേ? അതിനൊക്കെ ഉത്തരം ഈ പൂക്കി മുഖ്യമന്ത്രി പറയേണ്ടി വരും. അപ്പൊ പിന്നെ എന്താണ് ചെയ്യാൻ കഴിയുക? ഇംഗ്ലീഷിലും മലയാളത്തിലും ഒന്നും മുടങ്ങാതെ മാധ്യമങ്ങളെ കാണുമ്പോൾ എന്ന് കാണിച്ച് നടക്കുക. ഇതാണ് ഇപ്പോൾ വി.ഡി. സതീശൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഈ റോബർട്ട് വാദ്ര ആരാണ്? അതായത് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവാണല്ലോ. ഇയാൾക്കെതിരെ ഏതൊക്കെ രീതിയിലുള്ള ED അന്വേഷണമാണ് നിലനിൽക്കുന്നത്? എപ്പോഴെങ്കിലും പിടിച്ചകത്തിടുകയോ അല്ലെങ്കിൽ അന്വേഷണം നടത്തുകയോ ഒരു വീടുകൾ റെയ്ഡ് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഇല്ല. നാഷണൽ അവാർഡ് കേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധിയെ 40 മണിക്കൂർ ആണല്ലോ ചോദ്യം ചെയ്തത്. എന്തേ ED പിന്നീട് അതുമായി ബന്ധപ്പെട്ട് ഒരു നീക്കവും നടത്താത്തത്? അപ്പൊ ഇവരൊക്കെ ഭായി ബന്ധത്തിലാണെന്നുള്ളതാണ്. മാത്രമല്ല, ഇപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയതുമായി ബന്ധപ്പെട്ട് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ ഘട്ടത്തിൽ പോലും ഇന്ത്യ മുന്നണിയിലുള്ള ഏതൊക്കെ നേതാക്കളാണ് ഇതിനെതിരെ ശബ്ദമുയർത്തി രംഗത്തേക്ക് വന്നിട്ടുള്ളത്? അതായത് കേന്ദ്ര സർക്കാരിനോട് വിധേയത്വമില്ലാത്ത നേതാക്കളാണ്. വിധേയത്വമുള്ള രാഹുൽ ഗാന്ധി അടക്കം മിണ്ടാതിരിക്കുകയാണ്. ലോകസഭയിലെ പ്രതിപക്ഷ നേതാവാണെന്ന് ആലോചിക്കണം. അദ്ദേഹം പോലും ഒരു അക്ഷരം ഈ ED റെയ്ഡിനെതിരെ മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ രാഹുൽ ഗാന്ധിക്കെതിരെ ED ഇത്തരത്തിൽ നീക്കം നടത്തിയപ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തിയ ഒരു വ്യക്തിയാണ് പിണറായി വിജയൻ. അദ്ദേഹം മുഖ്യമന്ത്രി കൂടിയായിരുന്നു. പക്ഷേ ഇവിടുത്തെ മുഖ്യമന്ത്രി V.D. സതീശനോ എന്തിന് രാഹുൽ ഗാന്ധിക്കോ ഒന്നും ഈ വിഷയത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്താൻ കഴിയാത്തത് നമ്മളെ കാണിച്ചു തരുന്നത് ഇവരൊക്കെ അറിയാമല്ലോ തലയിൽ മുണ്ടിട്ട ഈ സംഖ്യക്കുട്ടന്മാരാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. MK സ്റ്റാലിൻ ഈ വിഷയത്തിൽ പ്രതികരണം രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ മമതാ ബാനർജി ഈ വിഷയത്തിൽ പ്രതികരണം രേഖപ്പെടുത്തുന്നു. അതുപോലെ അരവിന്ദ് കെജ്രിവാൾ ഈ വിഷയത്തിൽ പ്രതികരണം രേഖപ്പെടുത്തുന്നു. അങ്ങനെ നട്ടലുള്ള എല്ലാവരും പ്രതികരിക്കുമ്പോഴും നമ്മുടെ ഇവിടെ V.D. സതീശൻ അടക്കമുള്ള ആളുകൾ ശബ്ദമുയർത്തുന്നില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല, ഇപ്പൊ എന്തിനായിരുന്നു തിരക്ക് പിടിച്ച് പിണറായിനെ ഇങ്ങനെ തോണ്ടാൻ പോയത് എന്നാണ് ഇപ്പോൾ V.D. സതീശനോട് അണികളും പ്രവർത്തകരും ഒക്കെ ചോദിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളിലൂടെ പിണറായി വിജയനെതിരെ ഈ പാർട്ടിയും പാർട്ടി സഖാക്കളും ഒക്കെ തിരിഞ്ഞിരിക്കുകയാണെന്നുള്ള നരേഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തിനായിരുന്നു ചെകയാൻ പോയത്? ഇപ്പൊ കണ്ടില്ലേ, അവർ തീപ്പന്തമായി മാറി. പിണറായി വിജയൻ എന്ന് പറയുന്ന വികാരം ആഞ്ഞടിച്ചു. സഖാക്കൾ പിണറായി വിജയന് വേണ്ടി കളത്തിലിറങ്ങി. ഇന്നലത്തെ ആ ദൃശ്യങ്ങൾ കാണിച്ചു തരുന്നത് പിണറായി അദ്ദേഹം ഒരു വികാരമാണ് എന്നുള്ളതാണ്. ഇതിനൊക്കെ കാരണമായത് V.D. സതീശനാണ്. V.D. സതീശൻ പ്രതിപക്ഷത്തിന് ഇന്ധനം പകർന്നു എന്നാണ് ഇപ്പോൾ ഈ KC വേണുഗോപാൽ പക്ഷവും RC പക്ഷവും ഒക്കെ ഉയർത്തുന്ന വലിയ ആക്ഷേപം. അതായത് പ്രതിപക്ഷം കൊടുങ്കാറ്റായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് സഭയിലും ആഞ്ഞിരിക്കും. സഭയിൽ ഈ വിഷയങ്ങളൊക്കെ എണ്ണി ചോദിക്കുമ്പോൾ മാധ്യമപ്രവർത്തകർ മൈക്ക് ഇങ്ങനെ എടുത്ത് മുഖ്യമന്ത്രി എന്താണ് ചോദിക്കാനുള്ളതെന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞ് കണ്ണടച്ച് പൂക്കി നമ്പർ അടിച്ച് പോകുന്ന പോലെ പോകാൻ പറ്റില്ല. സഭയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇങ്ങനെ തട്ടി തന്നെ ചോദിക്കുമെന്നുള്ളതാണ്. ബംഗാൾ മുഖ്യമന്ത്രിയെയും അസാം മുഖ്യമന്ത്രിയെയും മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളെയും മുൻ മുഖ്യമന്ത്രിമാരെയും ഒക്കെ BJP-യിൽ എത്തിച്ചതുപോലെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ BJP-യിൽ എത്തിക്കാൻ കഴിയുമെന്നോർത്താണ് നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും കേന്ദ്ര അന്വേഷണ ഏജൻസികളെ വെച്ചതായി ഈ നാടകം നടത്തിയതെങ്കിൽ ഇത് മുതൽ വേറെയാണ്. മൂപ്പരുടെ പേര് പിണറായി വിജയൻ എന്നാണ്. നിങ്ങൾ പല അന്വേഷണങ്ങൾ പ്രഖ്യാപിച്ചപ്പോഴും അതൊക്കെ നടത്തിക്കോ, എന്റെ കൈ ശുദ്ധമാണെന്ന് പറഞ്ഞ് നിയമപരമായി പോരാട്ടം നടത്തി നിങ്ങളെ മുട്ടുകുത്തിച്ച വ്യക്തിയാണ്. അപ്പോ സ്വാഭാവികമായും V.D. സതീശന് ശരിക്കും പിണറായി വിജയനെ തൊട്ടപ്പോൾ കൈ പൊള്ളി എന്നുള്ളത് തന്നെയാണ്. V.D. സതീശൻ ഇപ്പോ ആകെ പെട്ട അവസ്ഥയിലാണ്. സതീശന് ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. മധുവിധുവൊക്കെ കഴിഞ്ഞു. മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി. കേന്ദ്ര സർക്കാരിനെതിരെ ഒരു അക്ഷരം ഈ സമയം വരെ മിണ്ടാൻ കഴിയാത്ത വ്യക്തിയാണ് V.D. സതീശൻ എന്ന കാര്യം തർക്കമൊന്നുമില്ലല്ലോ. V.D. സതീശൻ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ED അന്വേഷണത്തിനെതിരെ ഒരു അക്ഷരം മിണ്ടുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ പങ്കുണ്ടോ എന്ന് സംശയിക്കുന്ന ആളുകളെ തെറ്റു പറയാൻ കഴിയില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത് എന്തിനെന്ന് മാധ്യമപ്രവർത്തകർ ആ കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് ചോദിച്ചപ്പോൾ പോലും അതിപ്പോ പറഞ്ഞ എങ്ങനെയാണ് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. മാത്രവുമല്ല, പിണറായി വിജയനെ മുച്ചൂടും തകർക്കാനും പല രീതിയിൽ ആക്രമിക്കാനും പ്രതിപക്ഷത്തിരുന്ന സമയത്ത് വലിയ രീതിയിൽ തന്നെ കടിഞ്ഞാൻ വലിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് V.D. സതീശൻ. എന്നാൽ എന്തായാലും V.D. സതീശന്റെ തന്ത്രങ്ങളെല്ലാം തന്നെ മാറുന്നു. ED V.D.ക്ക് പണിയായി മാറുന്നു. ED PV-ക്ക് അതായത് പിണറായി വിജയന് അനുഗ്രഹമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും പ്രതിപക്ഷത്തിന് ഊർജം നമ്മുടെ സതീശൻ പകർന്നു എന്ന് പറയാതെ വയ്യ. ചാരമാണെന്ന് ഓർത്ത് ഇങ്ങനെ ചെകയാൻ പോകുമ്പോ കനല് കെട്ടിട്ടില്ലെങ്കിൽ ദാ ഇങ്ങനെ തീപ്പന്തമായി മാറുമെന്ന് ഇപ്പോ എന്തായാലും ഏകദേശം സതീശന് മനസ്സിലായിട്ടുണ്ട്. ഇനി ഈ തീപ്പന്തം ഒരു 1.5 തീപ്പന്തമായി മാറും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.